അപ്പായുടെ ഏറ്റവും ക്രിയേഷൻസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് മോനെ ഏതാ? മന്ദാരമേ. മന്ദാരമേ. അല്ല, അപ്പന് ഇഷ്ടപ്പെട്ടില്ല. ഉപ്പ പാടിയതല്ലേ? ഉപ്പ പാടിയുണ്ട്. ഉപ്പ പാടിയ എല്ലാ പാട്ടും എനിക്ക് ഇഷ്ടം. ഉപ്പായ ഭയങ്കരമായിട്ട് കൊച്ചിന് ഭയങ്കര ഇഷ്ടാന്ന് തോന്നുന്നു. അപ്പ എന്നാ ചെയ്താൽ അപ്പനെ ഇങ്ങനെ അഡ്മയർ ചെയ്ത് അപ്പനോടൊരു ഇഷ്ടം കൂടുതല്. മമ്മാസ് ബേബി എന്ന് പറയുന്ന പോലെ ഇത് ഞാനിപ്പോ കാണുന്ന അപ്പായുടെ കൊച്ചായിട്ടാ അല്ലേ? അപ്പായ്ക്ക് ഈ പറഞ്ഞ പോലെ കീബോർഡ് ഇസ് ദ ബെസ്റ്റ് ഇൻസ്ട്രുമെന്റ് അപ്പ തെരഞ്ഞെടുത്ത. മോനെ ഏതാ ഇഷ്ടം? സെയിം കീബോർഡ്. അല്ല, ചില കുട്ടികൾക്ക് ഗിറ്റാർ ഭയങ്കര ഇഷ്ടാന്ന് പറയും. അവന് ഗിറ്റാർ ഇഷ്ടമാണ്, പക്ഷെ അവൻ നന്നായിട്ട് പ്ലേ ചെയ്യുന്നത് പിയാനോ ആണ്. പിയാനോ, കീബോർഡ്. കാരണം ഇതിലാണ് ഈ പ്രോഗ്രാമിംഗ് കാര്യങ്ങൾ, കമ്പോസിംഗ് ഒക്കെ നടക്കുന്നത്. അതിലായതുകൊണ്ട് അളിയൻ ആ ഒരു ഏരിയയിൽ ആണ്. അപ്പായുടെ പാട്ടും അപ്പ പാടുന്നൊക്കെ ഞങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. കൊച്ചൊരു പാട്ട് പാടാവോ? ഇപ്പോഴോ? പിന്നെ എപ്പോഴാ? ഒരെണ്ണം പാടാ. അവന് പാടുന്ന കാര്യത്തിൽ അവൻ കുറച്ച് അപ്പൻ അതങ്ങ് അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാർദ്രം. അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാർദ്രം. ഞാൻ നിർത്താൻ പറയല്ല. എന്നിൽ നിന്നാം അത് പ്രതീക്ഷിക്കുകയേ ചെയ്യരുത്. ആക്ച്വലി ഷാൻ, ഇപ്പം ഷാൻ മ്യൂസിക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രയാസങ്ങൾ, അതിൻ്റെ സ്ട്രഗിൾസ്, എങ്ങനെയാ ഒരു മ്യൂസിക് ഔട്ട്പുട്ട് കൊടുക്കേണ്ടത് എല്ലാം നമുക്കറിയാം. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അമൃത ഫാമിലി തന്നെ നമ്മളൊരു ഷോ നടത്തുന്നുണ്ട് മ്യൂസിക്കിനെ ബേസ് ചെയ്തിട്ട്. അപ്പം ഇപ്പോഴത്തെ പിള്ളേരുടെ കഴിവിനെ കുറിച്ചും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതും അവരുടെ മൈനസ് അവരെ എങ്ങനെ നമ്മൾ എൻകറേജ് ചെയ്യുക? എനിക്കൊന്ന് ബേസിക്കലി ചേച്ചി ഫോക്കസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നമ്മളിപ്പം സൂപ്പർ സ്റ്റാറിൻ്റെ ഇപ്പോഴത്തെ സീനിയർ സീസണാണ് നടന്നുകൊണ്ടിരിക്കണേ. അതിൽ ഫോക്കസ് നഷ്ടപ്പെട്ടവർ മാത്രമേ പുറത്തേക്ക് പോയിട്ടുള്ളൂ. അതായത് ഇതിനു മുന്നേ ഞാൻ വേറൊരു റിയാലിറ്റി ഷോയിലും ഇരുന്നിട്ട് അതിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നൊരു പയ്യനുണ്ടായിരുന്നു. അവനെ എല്ലാവരും ഇങ്ങനെ പൊക്കി നീ അത്, നീ വലുത്, നീ അങ്ങനെ, നീ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മളടക്കം കേട്ടോ, നമ്മൾ ജഡ്ജസാർക്കും ജഡ്ജിങ്ങിന്റെ സമയത്ത് നമ്മൾ പറയുമല്ലോ നീ അടിപൊളിയാണെന്ന് നമ്മൾ പറയുമല്ലോ. ഈ ഒരു ഐറ്റം തലയിലേക്ക് കയറിയപ്പോൾ അവന് ഈ സിംഗിങ്ങിനോടുള്ള ആ ഒരു ഫോക്കസ് അവന് നഷ്ടമായി. അവന് പിന്നെ ഇത് ആ ലോകത്തിലേക്ക് പോയിട്ട് ഈ ബാക്കിയുള്ള ആളുകളെ എങ്ങനെ ഇംപ്രസ് ചെയ്യണം, ഇനി ഇതെങ്ങനെ ജനങ്ങളിലേക്ക് എന്ന് പറയുന്ന ആ ഒരു ഐറ്റത്തിലേക്ക് അവന്റെ ഫോക്കസ് കംപ്ലീറ്റ് മാറി. അതോടുകൂടി അവൻ ഡൗണായി എലിമിനേറ്റും ആയി. അത് ശരിക്കും ഷാന അപ്പൊ പറഞ്ഞു കൊടുത്തില്ലേ നീ ഇന്ന കാരണം കൊണ്ടാ? എത്ര തവണ. പക്ഷെ ചേച്ചി നമ്മൾ പറയുന്ന പോലെ അല്ല, ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് ഇവരുടെ ഓരോ പെർഫോമൻസ് വരുമ്പോൾ അതിന്റെ താഴെ വി എക്സ്പെക്ട് മോർ ഫ്രം യു, വി എക്സ്പെക്ട് ഇതിങ്ങനെ കേൾക്കുമ്പോഴേ ഇത് കുട്ടികളാണല്ലോ ഇവരൊക്കെ. 20 years, 22 years, 25 years. അപ്പൊ ഈ ഒരു ആവശ്യമില്ലാത്തൊരു ബാധ്യത എടുത്ത് തലയിൽ വെക്കുന്ന ഒരു സംഭവം ഉണ്ട്. അങ്ങനെ ആ കുട്ടി പോയി.